ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. നമുക്കേ കുറച്ച് ബീഫ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റ്യൂ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ സ്റ്റ്യൂ ഉണ്ടാക്കാം. ഇന്നത്തെ റെസിപ്പി ബീഫിൻ്റെ സ്റ്റ്യൂ ആണേ. ഞാൻ 1/2 കിലോ ബീഫിനെ കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമുക്കൊരു കുക്കറിലേക്ക് ആ ബീഫിനെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേവിക്കുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കുരുമുളകാണ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളം. ഇത്രയും സാധനങ്ങളെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ആഡ് ചെയ്താൽ മതിയേ. നമ്മുടെ ഈ കറിക്ക് മൊത്തത്തിൽ ഒരു ക്രീമി കളറായിരിക്കും ഉള്ളത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ക്രഷ് ചെയ്ത പെപ്പറാണ് ആഡ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ. പിന്നെ എന്താണെന്നറിയോ, നമുക്ക് ഇതിന് എരിവ് കൊടുക്കുന്നത്, അതായത് ആ ഒരു എരിവിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് പെപ്പർ പൗഡറിലൂടെയും പച്ചമുളകിലൂടെയും മാത്രമാണേ. മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഉണ്ടല്ലോ 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു 2 സ്റ്റീം വന്നാൽ മതി. 2 സ്റ്റീം വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. ആ ഒരു വേവ് മതിയേ. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കാം. കുറച്ച് കറിവേപ്പില വേണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം, ആവശ്യത്തിന് പച്ചമുളക്, 2 മീഡിയം സൈസിൽ സവാളയും തക്കാളിയും പൊട്ടേറ്റോ ഞാനിവിടെ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 മുറി തേങ്ങയാണ് ചിരണ്ടി പാലാക്കി വെക്കേണ്ടത്. നമുക്ക് വെജിറ്റബിൾസിനെ എല്ലാം അരിഞ്ഞു വെക്കാം. പച്ചമുളകിനെ നീളത്തിലരിയണം, ഇഞ്ചിയെ നീളത്തിലരിയണം, ഈ സവാളയും നീളത്തിലരിയണം, ഉരുളക്കിഴങ്ങും തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കിയും അരിഞ്ഞു വയ്ക്കാം. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജ് ഫോളോയും ചെയ്യണേ. ഞങ്ങളെ കുക്കിക്ക് പുതിയതായിട്ടൊരു സൈക്കിൾ വാങ്ങിച്ചേ. അത് കാരണം വീടിൻ്റെ അകത്താണ് സൈക്കിൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതാ പുറകിലൂടെ ഇടയ്ക്ക് കാണുന്നത്. ഈ സൈക്കിൾ കുറേ ദിവസത്തേക്കിന് വീടിൻ്റെ അകത്ത് കാണും. അത് കഴിയുമ്പോൾ പുതുമോടി മാറുമ്പോഴേ പുറത്ത് വരുവുള്ളേ. ഇനിയും തേങ്ങ ചിരണ്ടി വയ്ക്കാം. ഇതിൽ നിന്ന് നമുക്ക് 1/4 പാലും 2/4 പാലും എടുത്ത് വെക്കണം. 3/4 കപ്പ് 1/4 പാല്, 4/2 കപ്പ്, അതായത് മെഷർമെൻറ്റ് കപ്പിലാണേ, ആ 4/2 കപ്പിൽ 2/4 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുമാണ് നമ്മളുടെ ബീഫ് വെന്ത് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദേ ഒന്ന് കണ്ടാലറിയാം, ഓവർ കുക്കായിട്ടുമില്ല, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇനിയും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസിനെയും ആഡ് ചെയ്യാം. ഈ റെസിപ്പി ഉണ്ടല്ലോ വളരെ ഈസിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എളുപ്പമെന്ന് പരിപാടി കഴിയും കേട്ടോ. കുറച്ച് തേങ്ങ എടുത്ത് വെക്കണം, അതുപോലെ തന്നെ ബീഫിനെ ആദ്യം ഒന്ന് പകുതി വേവിച്ച് വെക്കണം. ഈ 2 പ്രോസസ്സേ ഉള്ളൂ ഇച്ചിരി താമസമുള്ളത്. ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് തീർക്കാവുന്നതേ ഉള്ളേ. അപ്പം മുഴുവൻ വെജിറ്റബിൾസിനെയും കുക്കറിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമുക്ക് 2/4 പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, 4/2 മെഷർമെൻറ്റ് കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് ഇതിനായിട്ട് അടുത്ത വേവിക്കുന്നതിനാക്കി തയ്യാറാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് സ്പൈസസിന്, അതായത് നമ്മളുടെ മസാലയുടെ ഫ്ലേവർ വേണമല്ലോ. ഒരു സ്റ്റ്യൂ ആകുമ്പോൾ ഒരു മസാല ഫ്ലേവറുണ്ട്. അതിന് വേണ്ടിയിട്ട് മസാല പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ റോ ആയിട്ടുള്ള സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. ആ സ്പൈസസും ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഉപ്പിന് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്പൈസസ് ആയിട്ട് നമ്മൾ ഏലക്കയും ഗ്രാമ്പുവും പട്ടയുമാണ് ആഡ് ചെയ്യുന്നത്. കുരുമുളകിനെയും ഇടാം, പക്ഷെ ഞാൻ ഓൾറെഡി ചതച്ച കുരുമുളക് ഇടുന്നത് കാരണം ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ദേ ഏലക്ക എടുത്തിട്ടുണ്ട്, 5 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമ്പുവും 5 എണ്ണം, പട്ടയും ചെറിയ കഷ്ണങ്ങളാക്കി 5 പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾക്ക് സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇത് തന്നെ ധാരാളമാണ്, ഓവറായിട്ട് സ്പൈസസിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ നല്ല സ്മെല്ലായിരിക്കും കറിക്ക് തരുന്നത്. ദേണ്ട ഒരു 2 സ്റ്റീം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കറി ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ തവിയുടെ പുറകുവശം ഉപയോഗിച്ച് ഇതിലുള്ള പൊട്ടേറ്റോയെ എല്ലാം ഒന്ന് ഉടച്ചു വിടണേ. അന്നേരം ഇച്ചിരി കൂടെ ക്രീമി ആയിട്ട് കറി കിട്ടും. ഇനി നമുക്ക് 1/4 പാല് എടുത്തത് ഒഴിക്കാം. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ അനുവദിക്കരുത്. ആവി കയറിയാൽ ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കറിക്ക് കുറുകിയത് പോരാ, ഇച്ചിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ 1/4 പാലിലേക്ക് ഇച്ചിരി കോൺഫ്ലവർ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റ്യൂവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും മെയിൻ പോർഷനും ഇതാണ്, താളിപ്പ്. നമ്മൾ കടുക് പൊട്ടിച്ചിടില്ലേ, അത് സാധാരണ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. എൻ്റെ
രീതി അനുസരിച്ച് ഞാൻ നെയ്യിലാണ് ബീഫ് സ്റ്റ്യൂവിന് താളിപ്പുണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞപ്പം 2 or 3 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്നുകൂടെ മൂപ്പിക്കാം. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറിൽ നിന്നും 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു മണം വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. മൂടി വയ്ക്കുക. ആവശ്യം ഉള്ളപ്പോൾ ഈ താളിപ്പും കൂടെ കൂട്ടി കറി നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ മട്ടൺ സ്റ്റ്യൂവിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് തോന്നുന്നത്, പക്ഷെ സംഭവം ബീഫായിരിക്കും. നല്ല ചൂട് വെള്ളയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും വേണ്ട നമ്മുടെ ബ്രെഡില്ലേ അതിൻ്റെ കൂടെയും അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക്